ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഹെഡ് ഓഫീസ് വരുന്നത് അമ്പലമുകൾ, എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. കോൺട്രാക്ട് ബേസിസിലുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് മെഡിക്കൽ ഓഫീസറാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBBS വിത്ത് ഡിപ്ലോമ ഇൻ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ ആണ്. നോർമൽ MBBS ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് പ്ലാന്റ് എഞ്ചിനീയർ ആണ്. ഡിഗ്രി ഇൻ കെമിക്കൽ ഓർ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് സയൻറ്റിഫിക് ഓഫീസർ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSc ഇൻ കെമിസ്ട്രി ആണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ആണ് അടുത്ത പോസ്റ്റ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഇൻ ഫയർ എഞ്ചിനീയറിംഗ് ഓർ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ആണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയർ ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയർ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സിവിൽ എഞ്ചിനീയർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ജൂനിയർ ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് ക്വാളിഫിക്കേഷൻ IT ഫിറ്റർ വിത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ജൂനിയർ റിഗർ ക്വാളിഫിക്കേഷൻ SSLC ആണ് വരുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസി ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഏജ് വരുന്നത് 30 വയസ്സ് വരെയാണ്. 2 വർഷത്തെ കോൺട്രാക്ട് പീരീഡാണ് വരുന്നത്. പിന്നീട് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ ഓഫീസർ വിത്ത് ഡിപ്ലോമയ്ക്ക് സാലറി വരുന്നത് 65,000 രൂപയാണ്. MBBS മാത്രമുള്ളവർക്ക് 50,000 മുതൽ 60,000 വരെയാണ്. പ്ലാന്റ് എഞ്ചിനീയർ, സയൻറ്റിഫിക് ഓഫീസർ, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് ഇനിഷ്യൽ 2 ഇയേഴ്സ് 30,000 രൂപയാണ് സാലറി വരുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 40,000 ആവുന്നതാണ്. ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ, ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ, ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ, ജൂനിയർ ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് ആദ്യത്തെ 2 വർഷത്തെ സാലറി വരുന്നത് 25,000 ആണ്. പിന്നീട് 28,000 മാറുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസിന് ആദ്യത്തെ 2 വർഷം 23,000 ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 26,000 വരെ വരുന്നുണ്ട്. ജൂനിയർ റിഗറിന് 22,000 ആണ് സാലറി വരുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 25,000 വരുന്നുണ്ട്. റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. മെഡിക്കൽ ഓഫീസർ, സിവിൽ എഞ്ചിനീയർ പോസ്റ്റുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പോസ്റ്റുകളിലും മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാനാവുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി സെപ്റ്റംബർ 17, 2025, അവസാനിക്കുന്നത് ഒക്ടോബർ 7, 2025. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.